കണ്ടെത്തും മുത്തുവിൻ തുറക്കും സ്വർഗത്തിൽ കലവറ പ്രാപിക്കാമെത്രയോ മുത്തുവിൻ തുറക്കും സ്വർഗത്തിൽ കലവറ പ്രാപിക്കാമെത്രയോ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സിദ്ക്കിയ രാജാവിനെതിരായി ദൈവത്തിൻ്റെ ദൂത് അറിയിച്ചതിൻ്റെ ഫലമായി യിരെമ്യാവ് തടവിൽ അടയ്ക്കപ്പെട്ടു. ദൈവാലോചന അറിയിച്ചതിന് തടവാണോ എന്ന് ചിന്തിച്ചേക്കാം. യിരെമ്യാവിൻ്റെ കർത്താവ് പറഞ്ഞു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. യിരെമ്യാവ് 33:3. തടവിൽ കിടക്കുമ്പോഴും തൻ്റെ ഭക്തനെ കാണുകയും ഉത്തരമരുളുകയും ചെയ്യുന്ന കർത്താവ് ചോദിക്കുന്നത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവർ മറന്നാലും ഞാൻ മറക്കില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. യെശയ്യാവ് 49:15-16 വാക്യങ്ങൾ. എന്നാൽ ഈ കരുതൽ ലഭിക്കണമെങ്കിൽ കർത്താവിനോട് ചോദിക്കണം. കർത്താവ് പറയുന്നത്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ലൂക്കോസ് 11:9. എബ്രായർ 4:16 ഓർപ്പിക്കുന്നത്, കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്നാണ്. ഏത് സാഹചര്യത്തിലും ഏത് അവസരത്തിലും കൃപാസനത്തിന് അടുത്ത് ചെല്ലുവാനുള്ള അവകാശം നമുക്ക് നൽകിയിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അബ്രഹാം ദൈവത്തോട് പറയുന്നത്, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. ഉൽപ്പത്തി 15:1-2 വാക്യങ്ങൾ. ദൈവത്തിനു വേണ്ടി അനേക വീര്യപ്രവൃത്തികൾ ചെയ്ത് ശിംശോൻ ദൈവത്തോടുള്ള വ്രതം തെറ്റിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു മാറി. തന്മൂലം ശിംശോനിൽ വ്യാപരിച്ചിരുന്ന ദൈവശക്തി നഷ്ടപ്പെട്ടു. ഫെലിസ്ത്യർ ശിംശോനെ തടവിലാക്കി. ശിംശോൻ്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ചു, ചങ്ങലക്കിട്ടു. തടവിൽ കിടന്ന ശിംശോനെ ഫെലിസ്ത്യരുടെ മുമ്പിൽ കളിപ്പാനായി നിർത്തുമ്പോൾ ശിംശോൻ പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ, ഇരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി തിരികെ തരണമേ. ന്യായാധിപന്മാർ 16:28. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിപെട്ടപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഹിസ്കിയാവിന് ലഭിച്ചത്, നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമീകരിക്കുക, നീ മരിച്ചു പോകും. ഈ സമയം ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദകരമായത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ. 2 രാജാക്കന്മാർ 20:3 വാക്യം. ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ യേശുവിനോട് പറഞ്ഞത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ലൂക്കോസ് 23:42 വാക്യം. ഇവിടെ നാം കണ്ട എല്ലാവരും അവരുടെ ജീവിതത്തിലുണ്ടായ വിവിധ അനുഭവങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരണമായിട്ടുള്ള മറുപടി ദൈവം അവർക്ക് നൽകുകയും ചെയ്തു. അബ്രഹാമിന് തൻ്റെ 100-ാമത്തെ വയസ്സിൽ ഒരു മകനെ നൽകി. ഉൽപ്പത്തി 21:2. ശിംശോൻ നഷ്ടപ്പെട്ടുപോയ ശക്തി തിരിച്ചു നൽകി. ന്യായാധിപന്മാർ 16:30. ഹിസ്കിയാവിൻ്റെ ആയുസ്സിനോട് 15 വർഷം കൂട്ടിക്കൊടുത്തു. 2 രാജാക്കന്മാർ 20:6. പ്രാർത്ഥിച്ച കള്ളനോട് പറഞ്ഞു, ഇന്ന് തന്നെ നീ എന്നോടുകൂടി പർദീസയിലിരിക്കും. ലൂക്കോസ് 23:43. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് നമ്മളുടെ ദൈവം. ദാവീദ് പറയുന്നത്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. സങ്കീർത്തനം 56:9. ആസാദ് പറയുന്നത്, ഞാനൊരു ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. സങ്കീർത്തനം 77:1. വിവിധ ആവശ്യങ്ങളിൽ എല്ലാവർക്കും മറുപടി നൽകിയ ദൈവം നമ്മളുടെ ആവശ്യങ്ങളിലും മറുപടി നൽകുക തന്നെ ചെയ്യും, നിശ്ചയം. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവസന്നിധിയിൽ കാത്തിരിക്കണം.
യെശയ്യാവ് പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന യെശയ്യാവ് 40:31. ദാവീദ് പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. സങ്കീർത്തനം 41. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ആ മറുപടി ലഭിക്കുന്നത്. 2, പ്രാർത്ഥന വിശ്വാസത്തോടെ ആയിരിക്കണം. ഫലം നൽകാതിരുന്ന അത്തിയെ നോക്കി ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് കർത്താവ് പറഞ്ഞ നിമിഷം തന്നെ അത്തി ഉണങ്ങിയത് കണ്ട് അതിശയിച്ച ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന മത്തായി 21:22. ചോദിക്കുന്നത് ലഭിച്ചു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഉത്തരം ലഭിക്കുന്നത്. പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമോ എന്ന സംശയം മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ സംശയത്തോടെ കുറച്ച് ദിവസം പ്രാർത്ഥിക്കും. പിന്നെ സാധാരണ പറയുന്നത് പോലെ നാമും പറയും, അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ ചോദിക്കുന്നത് കിട്ടത്തില്ല എന്ന്. എന്നാൽ കർത്താവ് പറയുന്നത് എന്തെന്ന് നോക്കാം. ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ലൂക്കോസ് 11:13. കർത്താവേ, വിശ്വാസത്തോട് ലഭിക്കുന്നവരെയും കാത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ എന്നെയും പഠിപ്പിക്കണമേ. ആമേൻ. മുത്തുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ മുത്തുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാമെത്രയോ പ്രാർത്ഥിക്കാം.